ഓക്കെ. ഇനി നമ്മൾ പല സമയത്തും പറയാറുണ്ട് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ജനറേഷണലി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛനും ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ ടെൻഷൻ ആവുമ്പോൾ ബിഹേവ് ചെയ്യുന്നത്. ചിലർ പറയും അസുഖങ്ങളെയൊക്കെ കുറിച്ചുള്ള ആങ്ഷ്യസ് ആയിട്ടുള്ള പാരൻസ് ഒക്കെ ഉള്ളവർ പറയും അതേപോലെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. എനിക്കും എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാലോ ഇതെനിക്കുണ്ടോ? ഇങ്ങനെ ഉണ്ടോന്ന് തോന്നും. അപ്പൊ ശരിക്കും ഗുരുജിയുടെ ഒരു അഭിപ്രായത്തില് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ? ജനറേഷണലി നമുക്ക് മുന്നേ ഉള്ള ജനറേഷനിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടോ സ്ട്രെസ്സിന്റെ? ഉണ്ട്. അതായത് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് എൻ്റെ ഇന്നത്തെ ജീവിതം എൻ്റെ മുന്നേ പോയ 7 തലമുറയുടെ മെമ്മറിയാണെന്നാണ്. ഇറ്റ്സ് 7 ജെനറ്റിക് മെമ്മറി ഈസ് മൈ ലൈഫ്. എൻ്റെ അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മാമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇങ്ങനെ 7 തലം വരെ പോയിട്ട് അതിൻ്റെ ബാക്കിയാണിത്. ഇത് ഇത് ആധുനിക ശാസ്ത്രം പറയുന്നത് ആ. ദ ജെനറ്റിക് മെമ്മറി ഈസ് ദെയർ ഇൻ 7 ലെയേഴ്സ്. പൗരാണിക ശാസ്ത്രം പറയുന്നു ഈ 7 മാത്രമല്ല, ഇനി ജനിക്കാൻ പോകുന്ന 7 കൂടി നമ്മുടെ ഉള്ളിൽ മെമ്മറി ആയിട്ടുണ്ടെന്നാണ്. ഈരേഴ് 14 ലോകങ്ങൾ എന്ന് പറയുന്ന പാസ്റ്റ് മെമ്മറീസും ഫ്യൂച്ചർ മെമ്മറീസും ഇതിനകത്ത് ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഇനി ഇത് ഞാൻ കുറച്ച് പഠിച്ചിട്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എടുത്തു ചാടി വിശ്വസിക്കില്ല. ഉം. ഞാൻ അല്പം സ്കെപ്റ്റിക്കലാണ് എല്ലാ കാര്യത്തിലും. അവിടെ എനിക്കൊരു ധൈര്യം കിട്ടിയത് വിവേകാനന്ദ സ്വാമിയിൽ നിന്നാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രുതി, യുക്തി, അനുഭവം. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കേൾക്കാം, വായിക്കാം. അതാണ് ശ്രുതി, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ദെൻ യുക്തിപൂർവം ചിന്തിക്കുക. നിൻ്റെ ബുദ്ധിക്ക് വഴങ്ങുമെങ്കിൽ മാത്രം അതെടുക്കുക. എടുക്കുക. എടുത്താൽ പിന്നെ അത് ബ്രിങ് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്, അനുഭവത്തിൽ കൊണ്ടുവരിക. ഇത് ഈ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ദൈവത്തിൻ്റെ കാര്യവും ഈ ആത്മാവിൻ്റെ കാര്യവുമെല്ലാം ഞാൻ വായിച്ചതും ചിന്തിച്ചതും ഒടുവിൽ ഞാനത് സാധന ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നതും അങ്ങനെയാണ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും ദൈവം ഉണ്ടോ എന്ന്. ഉണ്ട് എന്ന് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയും. കാരണം ഞാനത് കേട്ടിട്ടുണ്ട്, പിന്നെ അത് ചിന്തിച്ച് ഉറപ്പിച്ചു, എന്താണെന്ന് അനുഭവത്തിലും അനുഭവത്തിലും കൊണ്ടുവന്നു. സോ ഐ ക്യാൻ ഡിക്ലെയർ ദാറ്റ് യെസ് ദർ ഈസ് ഗോഡ്. അപ്പോൾ പിന്നെ ചോദ്യം വരും, അത് വേറെ, അപ്പോൾ അത് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വിഷയം ചുരുക്കം ചില വർഷങ്ങൾ, ചുരുക്കം ചില ദിവസത്തിൽ ചുരുക്കം ചില മണിക്കൂറുകൾ ഞാൻ ഈ അന്വേഷണത്തിന് ഉപയോഗിച്ചപ്പോൾ ഇത്രയും കിട്ടിയെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഈ അന്വേഷണത്തിന് ഉപയോഗിച്ച മനുഷ്യൻ്റെ അറിവിൻ്റെ തലം എന്തായിരിക്കും? ചിന്തിക്കുക. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പൂർവ്വജന്മ ആർജിതമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും ഇത് പോകും. ഇനി ഇത് പോകുമെന്ന് മാത്രമല്ല, ഇത് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? കുറച്ച് പയർ വിത്തെടുക്കുക, ഇതെവിടെയെങ്കിലും ഇട്ടേക്കുക. ഇതെത്ര 1000 വർഷങ്ങൾ വേണമെങ്കിലും ഇത് ഹൈബർനേഷനിൽ അവിടെ കിടക്കും. എന്നാൽ അനുകൂല സാഹചര്യം വരുമ്പോൾ ഇത് മുളച്ചു വരും. എന്നാൽ ഈ പയർ വിത്തിനെ നിങ്ങളൊരു ഫ്രൈയിങ് പാനിലിട്ട് നന്നായിട്ട് വറക്കുക, എന്നിട്ട് എവിടെയെങ്കിലും കളഞ്ഞേക്ക്. ഏത് സാഹചര്യം വന്നാലും അതിന് കിളുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തപിപ്പിച്ചു, ചൂടാക്കി. അതുകൊണ്ട് അതിനകത്തുള്ള ജീവബോധത്തെ എരിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പൂർവജന്മ സംസ്കാരങ്ങളെ യോഗാഗ്നിയിൽ ദഹിപ്പിക്കാം. അതാണ് തപസ്. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ്. അപ്പോൾ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കുക. എവിടെയാണോ എനർജി കേന്ദ്രീകരിക്കുന്നത് അവിടെ ചൂടുണ്ടാവുമെന്നറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ പ്രകാശമുണ്ട്, ഇവിടെ ഒന്നും കത്തുന്നില്ല. പക്ഷേ ഒരു ഹൈ പവർ ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ ഫോക്കസ് ചെയ്ത് ആ സോഫയിലേക്ക് പിടിപ്പിച്ചാൽ അവിടെ തീ കത്തും. അപ്പോൾ ഡൈവേർജ് ചെയ്ത് നിൽക്കുന്ന രശ്മികളെ കൺവേർജ് ചെയ്തൊരു പോയിന്റ് കൊണ്ടുവന്നാൽ ചൂടുണ്ടാവും. നമ്മുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ് സ്പ്രെഡ് ടു ദ ഹോൾ യൂണിവേഴ്സ്. അതിനെ ഈ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ, ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെ ക്രമാതീതമായ ചൂടുണ്ടാവും. അങ്ങനെ മനഃശക്തി കൊണ്ട് ചൂടുണ്ടാക്കുന്ന പ്രക്രിയയാണ് തപസ്. അത് ചെയ്യുന്നവനാരോ അവൻ താപസൻ. അത് കാട്ടിലെ
ഗുഹയിലിരുന്നല്ല ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലിരുന്ന് പോലും നമുക്കത് ചെയ്യണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിബലത്തെ വർദ്ധിപ്പിച്ചാൽ ഈ തലമുറകളിലായി കിടക്കുന്ന ജനറ്റിക് മെമ്മറികളെ, പൂർവ്വജന്മാർജിത സംസ്കാരങ്ങളെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റും, എരിച്ചു കളയാൻ പറ്റും. അങ്ങനെയെങ്കിൽ എൻ്റെ അപ്പൂപ്പന് ക്യാൻസറിൻ്റെ ഒരു പീഡനം ഉണ്ടായിരുന്നു. അത് എന്നിലേക്കും പെർമിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ലൈഫിൽ തന്നെ അതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രാണായാമം ചെയ്ത് ശരീരതാപത്തെ വർദ്ധിപ്പിച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്യാൻസർ സാധ്യതയെ ഞാൻ എരിച്ചു കളയും. സോ വിധിയെ നമുക്ക് മാറ്റി എഴുതാം. അതുപോലെ ഇനി എൻ്റെ കുട്ടികളിലേക്കും എൻ്റെ ചെറുകുട്ടികളിലേക്കും പോകാനുള്ള സാധ്യതകളും ഞാൻ ഇവിടെ വെച്ച് തന്നെ കട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ പൂർവ്വ ജന്മാർജിതമായ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ലൈഫിലുണ്ടാകും. പക്ഷേ ഈ ലൈഫിൽ അത് നിലനിർത്തണോ നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്.